ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യാമ്മ സമയത്ത് മനഃപൂർവ്വം പക്ഷഭേദം കാണിക്കുമായിരുന്നു കുഞ്ഞേച്ചി. സത്യങ്ങളൊന്നും ആരും അറിയുന്നില്ലല്ലോ. ശ്യാമേ, കഴിഞ്ഞതൊന്നും നീ ഓർക്കണ്ട. സത്യാമ്മയ്ക്ക് ഇവിടെ യാതൊരു വേർതിരിവുമില്ല. അതല്ല കുഞ്ഞേച്ചി സത്യം. ലോകത്ത് പകരം വെക്കാനാകാത്ത ഒരേ ഒരു ബന്ധമേ ഉള്ളൂ. അത് രക്തബന്ധമാ. ഒരമ്മയുടെ മക്കൾക്ക് മാത്രം അഹങ്കാരത്തോടെ പറയാവുന്ന ഒരൊറ്റ ഗർഭപാത്രത്തിന്റെ അവകാശികളാണെന്നുള്ള സത്യം. അത് മറ്റാർക്ക് പറയാനാവും? ഒരാൾക്കും പറയാനൊക്കത്തില്ല. അതുകൊണ്ടേ ഇവനെ കാണുന്നതിന് മുമ്പേ നീ കാണേണ്ടതും കണ്ണീര് പൊഴിക്കേണ്ടതൊക്കെ അവളുടെ മുമ്പിലായിരുന്നു. നിന്റെ കുഞ്ഞേച്ചിയുടെ മുമ്പിലേ. മോളെ, ഇനി വൈകിക്കണ്ട. ചെന്ന് അവളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്ക്. അവളും സന്തോഷിക്കട്ടെ. സംശയിച്ച് നിൽക്കണ്ട. നിന്നെ കണ്ടാൽ അവൾക്ക് സന്തോഷമാവുകയേ ഉള്ളൂ. ആ ശ്യാമേ, നീ പോയി ശാലിനിയെ കാണണം. അച്ഛൻ പറഞ്ഞത് സത്യമാ. ശാലിനിയായിരുന്നു ആദ്യം നീ പോയി കാണേണ്ടിയിരുന്നത്. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്ന? നീങ്ങ് വാ ശ്യാമേ. കുഞ്ഞേച്ചി, പരിക്ക് ഒരുപാടുണ്ടോ? ഏയ്, കൈ അനങ്ങാതിരിക്കാനായിട്ട് സത്യാമ്മയുടെ നിർബന്ധമായത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞേച്ചിയോടുള്ള പിണക്കമൊക്കെ മാറിയോ? ആ, മാറിക്കാണും. ഇല്ലെങ്കിൽ പിന്നെ എന്നെ കാണാൻ വരില്ലല്ലോ അല്ലേ? എന്തായാലും നീ വന്നില്ലേ, സന്തോഷായി. നീ ഇങ്ങോട്ടിരുന്നേ. വാ, ഇരിക്ക. കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണം. എന്തിനാ ഞാൻ ക്ഷമിക്കുന്നത്? നീ എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? കുഞ്ഞേച്ചി, നീ എന്നോട് ചെയ്തതൊക്കെ ഒരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ ക്ഷമിക്കേണ്ടതുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നീ ഓർക്കുന്നുണ്ടോ, അമ്മയും നമ്മൾ 3 പെൺമക്കളും മാത്രമായിട്ട് താമസിക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ തല്ല് പിടിക്കുന്ന അന്ന് നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അത് കഴിഞ്ഞതേ നമ്മൾ കൂട്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എനിക്കിപ്പോഴും. എനിക്കേ നീ അന്നത്തെ എന്റെ കുഞ്ഞനുജത്തി തന്നെയാ. കുഞ്ഞേച്ചിക്ക് എന്നോട് ദേഷ്യമില്ല. 2 വഴക്കെങ്കിലും എന്നെ പറ. എന്തിന്? നീ എന്റെ കുഞ്ഞനുജത്തിയല്ലേ? കുഞ്ഞേച്ചി, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും എന്നെ ഒന്ന് വഴക്ക് പറ. ഈ പരിക്ക് പറ്റി കിടന്നത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. നിനക്കെന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? മാത്രമല്ല, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം നീ എന്റെ അടുത്ത് വന്നിരുന്നില്ലേ? മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റി. എനിക്കത് മതി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ പെരുമാറിയപ്പോ എന്റെ സ്വഭാവത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. അതൊക്കെ നേരാ. അതൊന്നും കുഞ്ഞേച്ചിയോടുള്ള ദേഷ്യം കൊണ്ടല്ല. സത്യമ്മ കുഞ്ഞേച്ചിയും സത്യമോളെയും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ എന്നെയും പപ്പിമോളെ മാറ്റി നിർത്താൻ തുടങ്ങിയ പോലെ അപ്പൊ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ
സത്യാമ്മ ആ സമയത്ത് മനഃപൂർവ്വം പക്ഷഭേദം കാണിക്കുമായിരുന്നു കുഞ്ഞേച്ചി. സത്യങ്ങളൊന്നും ആരും അറിയുന്നില്ലല്ലോ. ശ്യാമേ, കഴിഞ്ഞതൊന്നും നീ ഓർക്കണ്ട. സത്യാമ്മയ്ക്ക് ഇവിടെ യാതൊരു വേർതിരിവും ഇല്ല. അതല്ല കുഞ്ഞേച്ചി സത്യം. അതൊക്കെ നിന്റെ തോന്നലാ ശ്യാമേ. ഞാനും അങ്ങനെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ നോക്കിയതാ. പക്ഷെ പപ്പിമോളും കൂടി പറഞ്ഞപ്പോ ശ്യാമേ, നീ അങ്ങോട്ട് മാറി നിൽക്ക. ശ്യാമേ, കഴിഞ്ഞതൊന്നും നീ ഓർക്കണ്ട. സത്യാമ്മയ്ക്ക് ഇവിടെ യാതൊരു വേർതിരിവും ഇല്ല. ശരിയാ, തെറ്റുകൾ എന്റെ ഭാഗത്തും വന്നിട്ടുണ്ട്. വിഷ്ണുവിന്റെ മോളാണ് സത്യം എന്നറിഞ്ഞപ്പോ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എല്ലാ സ്നേഹവും കൂടി ശാലിനിയിലേക്കും സത്യയിലേക്കും പോയപ്പോ ശ്യാമയും പപ്പിമോളെയും ഞാൻ മനഃപൂർവ്വം എന്നിൽ നിന്ന് അകറ്റിയതാ. അതെ, അത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. അല്ല, ചോദിച്ചില്ല. കുഞ്ഞേച്ചി മരുന്ന് കഴിച്ചായിരുന്നോ? വെള്ളം വല്ലതും കുടിക്കണോ? അതെ, നീ എന്നെ നോക്കാനല്ല നിൽക്കേണ്ടത്, രോഹിത്തിനെ ശുശ്രൂഷിക്കാനാ. ദേ, ചെന്ന് രോഹിത്തിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക. അപ്പോ കുഞ്ഞേച്ചിയോ? സത്യാമ്മ ഉണ്ടല്ലോ. ചെല്ല, സന്തോഷത്തോടെ ചെന്ന് രോഹിത്തിന്റെ കാര്യങ്ങൾ നോക്ക. ചെല്ലടി. ആ ശ്യാമേ, സത്യാമ്മയോട് ദേഷ്യമൊന്നും മനസ്സിൽ തോന്നണ്ടാട്ടോ. സത്യാമ്മയും ഇപ്പൊ ഒരുപാട് മാറി. സ്നേഹിക്കാൻ മാത്രമേ പറയൂ. അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാനൊന്നും അറിയില്ല. ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ രണ്ടിന്റെ ശവം ഒഴുകി നടക്കും, പുഴയിലോ കടലിലോ. ഡെയ്സി, ഡീ ഇങ്ങോട്ട് വന്നേ. അയ്യോ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അയ്യോ, പതുക്കെ. കണ്ടില്ലേ? എന്നാ നീ പൊക്കോ. അവരാരെയും കണ്ടാൽ? ഒരാളും കാണില്ല. ആ അതെ, നീ പുറത്തോട്ട് ഇറങ്ങി വന്നേ. അയ്യോ, ഞാനില്ല. ദേവണ്ണെ, നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ അകത്തോട്ട് കയറി വരണോ? ആ ശരി, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ഇറങ്ങി വരാം. ആ എന്നാ ഇറങ്ങി വാ.